ഇന്ന് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്മൂത്തിയിൽ ഞാൻ ഒട്ടും മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്മൂത്തിയാണ്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡിന് പകരമായിട്ട് ചിയാ സീഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അല്ലേ ഈ ഒരു കറുവാപ്പട്ട. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത് കാരണമാണ് വളരെ ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പകുതി ആപ്പിൾ കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 ഗ്ലാസ്സിനുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ പഴം കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ക്യാരറ്റ് വേവിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വേവിച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പച്ചയായിട്ടുള്ള ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചിട്ട് കൂടെ എടുക്കുക. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കാനായിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം കൊഴുപ്പൊന്നുമില്ലാത്ത കട്ടി കുറഞ്ഞ പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാൽ ഞാനിവിടെ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാലിന് പകരമായിട്ട് പച്ചവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദേ നമ്മുടെ ഈ ഒരു സ്മൂത്തി ഇവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്മൂത്തിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ നല്ലതാണ് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കണത്. അവസാനം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും ആപ്പിൾ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്